4-ലാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. ഇന്നിപ്പോൾ 19-ാം തീയതിയാണ്. അതായത് 15 ദിവസം കാത്തിരിക്കേണ്ടി വന്നു മുൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അന്ന് പരാജയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരസ്യ പ്രതികരണം നടത്താൻ എന്നുള്ളതാണ്. അതൊരു പൊതുയോഗത്തിൽ വെച്ചാണ് അദ്ദേഹം പറയുന്നത് പാർട്ടി തിരിച്ചു വരുമെന്നുള്ളത്. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം, LDF-നെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ആത്മവിശ്വാസം നൽകേണ്ട അല്ലെങ്കിൽ നൽകുന്ന വാക്കുകളാണ്. പക്ഷേ എന്തുകൊണ്ട് അന്ന് തന്നെ സാധാരണഗതിയിൽ നമ്മൾ കണ്ടതാണ് ഇതിനേക്കാൾ വലിയ തോൽവി തമിഴ്നാട്ടിൽ സ്റ്റാലിൻ നേരിട്ടതാണ്. അപ്പോൾ അവരെല്ലാം അന്ന് തന്നെ അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം തന്നെ ആളുകളെ അഭിസംബോധന ചെയ്ത് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളെ ജനം അംഗീകരിച്ചില്ല, തെറ്റിതിരുത്തി മുന്നോട്ട് വരും എന്നുള്ളതാണ്. അതിൽ പിണറായി വിജയന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട്. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് അത് വന്നത്. ഇപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വരുന്നത്. ഇനിയിപ്പോൾ ഈ വിമർശനങ്ങളിലേക്ക് കടന്നാൽ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. എല്ലാവർക്കും വിമർശിക്കാം എന്ന് സംസ്ഥാന സെക്രട്ടറി, നമ്മളത് ഇൻവെർട്ടഡ് കോമയിലാണ് പറയുന്നത്, പറഞ്ഞതിന് ശേഷം നടക്കുന്നതാണല്ലോ. ജില്ലാ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു, ജില്ലാ കമ്മിറ്റികൾ കഴിഞ്ഞു. കേരളത്തിലെ മുഴുവൻ അല്ലെങ്കിൽ CPM-ന്റെ എല്ലാ ഇത്തരം സമിതികളിലെല്ലാം രൂക്ഷമായ വിമർശനം ഏറ്റുവാങ്ങുന്ന രണ്ടുപേരും, ഒന്ന് പിണറായി വിജയനും മറ്റൊന്ന് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനുമാണ്. അതാണ് നേരത്തെ ഷാമിലി പറഞ്ഞതുപോലെ പല പദപ്രയോഗങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു വിമർശനങ്ങളുണ്ട് എന്ന് പലതരത്തിലുള്ള വാർത്തകൾ വരുന്നു. ഏകാധിപതി, ധാർഷ്ട്യം, അതോടൊപ്പം തന്നെ ആളുകളോടുള്ള പെരുമാറ്റം. MV ഗോവിന്ദനെതിരെയാണ് വലിയ തോതിലുള്ള വിമർശനങ്ങൾ വരുന്നത്. ക്ഷമിക്കണം, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മത്സരിപ്പിച്ചതും അവരൊരു പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അത്തരം പരിചയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം പാർട്ടിയിലെ സാധാരണ ആളുകൾ മുതൽ മുതിർന്ന ആളുകൾ വരെ അംഗീകരിച്ചിരുന്നില്ല എന്നതിൻ്റെ തെളിവുകളാണ് പിന്നീട് വന്ന പ്രതികരണങ്ങളെല്ലാം. ഇപ്പോൾ ഇത്തരം വിമർശനങ്ങൾ ഇത് തുടങ്ങിയതേ ഉള്ളൂ. ജില്ലാ കമ്മിറ്റികളിലും ജില്ലാ തലങ്ങളിലേക്ക് എത്തിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഏരിയ കമ്മിറ്റികളിലേക്കും ലോക്കൽ കമ്മിറ്റികളിലേക്കും അതോടൊപ്പം തന്നെ ബ്രാഞ്ചുകളിലേക്കുമൊക്കെ ഇത് മാറുകയും ആ ചർച്ച കുറച്ചുകൂടി തുറന്ന ചർച്ചയായി മാറുമ്പോൾ കൂടുതൽ വിമർശനം അവരുടെ നേതാക്കൾക്കെതിരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതിൽ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നിപ്പോൾ M സ്വരാജ് പറഞ്ഞതുപോലെ ഇത് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ല ഇതിന്റെ വിമർശനം നടത്തുന്നത്. അതല്ല കമ്മ്യൂണിസ്റ്റ് രീതി. ഇത് കൂട്ടായി എടുത്ത തീരുമാനമാണ്. പരാജയമാണെങ്കിലും വിജയമാണെങ്കിലും അതുകൊണ്ടാണ് പരാജയപ്പെട്ടാൽ ഒരാളെ മാറ്റി വേറൊരാളെ പ്രതിഷ്ഠിക്കാത്തതും, അല്ലെങ്കിൽ വിജയിച്ചാൽ ഒരാൾക്ക് മാത്രമായി അതിന്റെ അവകാശം പോകുന്നത്. എല്ലാവർക്കും കൂട്ടായ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ്. അതൊരു ശരിയായ നിരീക്ഷണം തന്നെയാണ്. അങ്ങനെ തന്നെയാണ് സാധാരണഗതിയിൽ വരേണ്ടത്. പക്ഷേ ഇവിടെ ആളുകളുടെ വിമർശനങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രചാരണ രീതി മുതൽ ഓരോ വിഷയങ്ങളോടുള്ള സമരങ്ങളോടുള്ള സമീപനം, അതോടൊപ്പം തന്നെ തളിപ്പറമ്പിലും പയ്യന്നൂരിലും പ്രത്യേകിച്ച് കണ്ണൂർ മേഖലയിലുണ്ടായിട്ടുള്ള തിരിച്ചടികൾ, അതോടെ ഓരോ വിഷയങ്ങൾ, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള വിമർശനങ്ങളോട് ഉള്ള മൗനം പാലിച്ചു നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇതിനുശേഷം നടത്തിയിട്ടുള്ള മുസ്ലിം ലീഗിനെ, ഉദാഹരണത്തിന് മുസ്ലിം ലീഗിനെതിരെ വലിയ വിമർശനം ഈ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നപ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് DYFI-യും, അതായത് അത്തരം വിമർശനങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് DYFI-യും CPM പോലും അങ്ങനെ പരാമർശം നടത്തി. ഇത് തന്നെയായിരുന്നു CPM-ന്റെ അനുഭാവികളും പ്രവർത്തകരും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നത്. വെള്ളാപ്പള്ളി നടേശൻ അതിരൂക്ഷമായ വിമർശനങ്ങൾ ലീഗിനെതിരെ എന്ന് അവർ പറയുമ്പോൾ പോലും അതൊരു വർഗീയ പരാമർശത്തോട് കൂടിയിട്ടുള്ള വിമർശനങ്ങൾ വരുമ്പോൾ വെള്ളാപ്പള്ളിയുടെ വിമർശനങ്ങളോട് യോജിക്കില്ല എന്ന് പറയാനുള്ള ധൈര്യം അന്ന് കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ്.